പോകുന്നത് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയ പോക്കോൻ്റെ M5 ആണ്. ലെതർ ഫിനിഷ് ആയിട്ടുള്ള M5. ഇതാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫോണാണ്. ലെതർ ഫിനിഷിംഗ് ആണ്, പോക്കോ എഴുതിയിട്ടുണ്ട് ബ്രാൻഡ്. ഇതിന് 3 ക്യാമറകളുണ്ട്. പിന്നെ ഡിസ്പ്ലേ നമുക്കിതിലിപ്പോൾ 3D ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമുക്കിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഫ്രണ്ട് ക്യാമറ ടിയർ ഡ്രോപ്പ് ആയിട്ടാണ്. പിന്നെ ഡിസ്പ്ലേ അതൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. സൈഡ് സ്വിച്ച്, പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ടും മൈക്കും നമുക്ക് നേരെ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് പാർട്ട് ന്യൂ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ, സ്മാർട്ട് ഡയമെൻഷൻ, ലെങ്ത് 163.99 mm, width 76.09 mm. ഇനി നമുക്ക് ഫില്ലൈറ്റ് ആഡ് ചെയ്യണം. 2D ഫില്ലൈറ്റ് ഇത് മൊത്തം സെലക്ട് ചെയ്യാം. 10 mm. ഓക്കെ, ബോഡി ഇവിടെ റെഡി ആയിട്ട് 2D സ്കെച്ച്. അത് നമുക്ക് നേരെ ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡ് വിഡ്ത്ത്, അതിൻ്റെ ഫോണിൻ്റെ വിഡ്ത്ത് പറയുന്നത് 8.9 mm ആണ്. 8.9 mm. ഓക്കെ, നമ്മൾ ഇത് അതിൻ്റെ സൈറ്റിലുള്ള കറക്റ്റ് വിഡ്ത്താണ് എടുത്തിരിക്കുന്നത്. പ്ലെയിൻ വ്യൂ. ഇനി നമുക്ക് ബോഡിയിൽ അപ്പിയറൻസ് ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാം. യെല്ലോ കളർ ആക്കാം. ബോഡി സെലക്ട് ചെയ്യാം. അപ്പിയറൻസിൽ പോവാം. അപ്പിയറൻസിൽ നമുക്ക് നേരെ ഡൗൺ ഓർഗാനിക്കിൽ മിസ്കലൈനിസ് അങ്ങനത്തെ ലെതർ ടൈപ്പ് എടുക്കാം. ലെതർ ടൈപ്പ് എടുത്തിട്ട് നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. യെല്ലോ ഫിനിഷിങ്. ലെതർ വേണ്ട, നമുക്ക് സാൻഡ് എടുക്കാം. നമുക്ക് യെല്ലോ കളർ. ഓക്കെ, നമ്മുടെ ഫോണിന്റെ ബോഡി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്, ലെതർ ഫിനിഷിങ് പോലെ. ഇനി നമുക്ക് ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഇവിടെ നമുക്ക് ഓഫ്സെറ്റ് എൻറ്റിറ്റിയിൽ 0.5 mm റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് അഗെയിൻ ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ് 0.5 mm. അത് ഡിസ്പ്ലേൻ്റെ ഒരു എക്സ്പോഷൻ ആയിട്ട് വേണ്ടിയിട്ടാണിത്. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. അവിടെ നമുക്ക് അപ്പിയറൻസിൽ ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മെയിൻ പാർട്ട്. ഓക്കെ, നോർമൽ ടു സ്കെച്ച്, എഗെയിൻ ഓഫ്സെറ്റ്, കൺവേർട്ട് എൻറ്റിറ്റി, then offset. Point 2 mm reverse direction, 2 mm. ഓക്കെ, കണ്ടോണ്ട് അറിയില്ല. ഓക്കെ, അത് അവിടെ ഉണ്ട്. നമുക്ക് ഡൗൺ സൈഡിൽ ഓഫ്സെറ്റ് എൻറ്റിറ്റി എടുത്തിട്ട് ഡൗൺ സൈഡ് സെലക്ട് ചെയ്യാം. 3 mm റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, ഈ 2 ജോയിന്റ് നമുക്ക് കണക്ട് ചെയ്യണം. അതിന് നമുക്ക് ടാൻജന്റ് ആർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. സെലക്ട് ടാൻജന്റ് ആർക്ക് എൻഡ് ടു എൻഡ്. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ ഡയമീറ്റർ 5 mm. Again smart dimension 2.5 mm. Okay, the trim entity.
ഓക്കെ, ഏകദേശം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫില്ലേറ്റ് 2 mm. കണക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഒരു കർവി ലുക്ക് ആയിട്ടുണ്ട്. നേരെ നമുക്ക് ഫീച്ചേഴ്സിൽ പോവാം. കേഴ്സിൽ സ്പ്ലിറ്റ് ലൈൻ ബോഡി സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ കറക്റ്റ് ആയിട്ട് ഓക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻസൈഡ് സർക്കിളിൽ നമുക്ക് അപ്പിയറൻസിൽ പോയിട്ട് ബ്ലൂ കളർ. ഓക്കെ, ക്യാമറ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിസ്പ്ലേന്റെ ഫേസ് അപ്പിയറൻസ് നോർമൽ ടു അപ്പിയറൻസിൽ പോവാം. അഡ്വാൻസിൽ കയറാം. അഡ്വാൻസിൽ കയറി ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിക്ചേഴ്സിൽ ആൾ ഫയൽ എടുക്കാം. അതിൽ നമുക്ക് ഈ പോക്കോൻ്റെ തന്നെ ഒരു വാൾപേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സേവ്. യെസ്, ഓക്കെ ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫില്ലായിട്ട് ഫ്രണ്ട് സൈഡിൽ 0.5 mm. ഓക്കെ ഓക്കെ കൊടുക്കാം. ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ ഫില്ലായിട്ട് 2 mm. ഓക്കെ, രണ്ട് ഫില്ലൈറ്റും സെലക്ട് ചെയ്യാം. അതിനും അതേപോലെ നമ്മുടെ അപ്പിയറൻസിൽ പോയിട്ട് ബേസിക് കളർ യെല്ലോ കളർ. ഓക്കെ, കണ്ടോ, ലെതർ ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ബോഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് സൈഡിൽ സൈഡ് സ്വിച്ച് ക്രിയേറ്റ് ചെയ്യാം. സൗണ്ടിന്റെ വോളിയം സ്വിച്ചും ലോക്ക് സ്വിച്ചും. ഓക്കെ, നോർമൽ ടു സ്കെച്ച്. സെന്റർ ലൈൻ വരച്ചുവിടാം. സെന്റർ ലൈൻ ഈ യെല്ലോ കളർ എന്തിനാ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും യെല്ലോ കളർ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്മാർട്ട് ഡയമെൻഷൻ 1 mm. 1 mm. Ten mm. Top side na 25 mm. Distance 15 mm. Then a distance on the 5 mm only. Okay, okay. Features extrude 0.5 mm. Okay. Appearance le po. Leather le yellow color കൊടുക്കാം. Okay. Okay, ഇനി ഡൗൺ സൈഡ് നമുക്ക് ഇനി വേറെ നോക്കാനുള്ളത് നമ്മുടെ ചാർജിങ്